ഇന്ന് LXD ക്രിയേറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് വളരെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഒരു ഹോം തിയേറ്റർ പോലെയല്ല, ഇന്ന് ഒരു സ്കൂളിന് വേണ്ടി നിർമ്മിച്ച വലിയൊരു തിയേറ്ററിൻ്റെ ഇനോഗ്രേഷൻ ഒത്തിരി മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു ദിവസമാണ്. അതിൻ്റെ വളരെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളിയിലാണ്. ആതിരപ്പള്ളി മനോഹരമായ വെള്ളച്ചാട്ടമൊക്കെയുള്ള ആതിരപ്പള്ളിക്കടുത്ത് വാഴച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വാഴച്ചാൽ ഗവൺമെൻറ് LP സ്കൂളിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തിയേറ്റർ നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് ഹോം തിയേറ്റർ ആയിരുന്നെങ്കിൽ കൂടിയും ഇന്ന് വളരെ വലിയ ഏകദേശം 120ഓളം സീറ്റുള്ള വളരെ വലിയൊരു തിയേറ്ററിൻ്റെ പൂർത്തീകരണം നടത്തി നാടിന് സമർപ്പിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിൽക്കി. പിന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ അളവ് എന്ന് പറഞ്ഞ ഏതാണ്ട് 73 അടി നീളം, 30 അടി വീതി, അതെ, പിന്നെ 22.5 അടി ഹൈറ്റ്, ഇത്രയും 120ഓളം സീറ്റുകൾ. ആ 120ഓളം സീറ്റുകൾ നമ്മൾ ഏതാണ്ട് ഒരു 10 ലെയറായിട്ട് ഒറിജിനൽ തിയേറ്ററിലെ അതുപോലെ തന്നെ നമ്മൾ തിയേറ്ററിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളോടും ചെയ്ത് ഫ്ലോർ സെഗ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വന്ന് കണ്ട ആൾക്കാർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു പ്രൊഫഷണൽ തിയേറ്ററിന്റെ ആ ആംബിയൻസിലും അതേ രീതിയിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രീമിംഗ് ഡിവൈസുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓരോരോ എക്യുപ്മെന്റ്സുകളാണെങ്കിൽ പോലും എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എക്യുപ്മെന്റ്സുകളാണ്, മെറ്റീരിയൽസാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഇത് ഒരു സ്കൂളിന് വേണ്ടി നിർമ്മിച്ച ഒരു തിയേറ്ററാണ്. ഇതൊരു റിലീസിങ് സെന്റർ അല്ല, പക്ഷെ ഒരു റിലീസിങ് സെന്ററിനെ പോലെ ആണ് നമ്മളിത് വർക്ക് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ചില തിയേറ്റർ കോളേജുകൾ, ചില സ്കൂളുകളൊക്കെ ചെറിയ ചെറിയ മീഡിയ റൂംസ് ഒക്കെ നിലവിലുണ്ട്. പക്ഷെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ആദ്യമായിട്ട് ഒരു സ്കൂളിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വലിയ ബൃഹത്തായ ഒരു തിയേറ്റർ സമുച്ചയം ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അതിന് കാരണക്കാരനായത് ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, ഏതൊരു നാടിൻ്റെയും സമഗ്രമായ വികസനത്തിന് അവിടുത്തെ ജനപ്രതിനിധികളാണ് അതിന് കാരണക്കാരാകേണ്ടത്. അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എങ്ങനെയുണ്ടോ അതായിരിക്കും ആ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റുമായ ശ്രീ KK റിജേഷിൻ്റെ ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയുമാണ് ഈ തിയേറ്റർ ഇത്രയും നല്ല മനോഹരമായ ഒരു തിയേറ്റർ ഇവിടെ ഒരു ട്രൈബൽ ഏരിയയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രീ KK റിജേഷിനോട് ഉള്ള നന്ദി അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്ത് ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മനോഹരമായിട്ട് തിയേറ്റർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മളിതിന് ഒന്നേം തുടങ്ങേണ്ടി വന്നു. നമ്മളിത് ഉണ്ടാക്കിയെടുത്ത്, കാരണം ഈ രീതിയിലുള്ള ഒരു തിയേറ്ററാക്കി മാറ്റിയത് മാത്രമല്ല, ഇതൊരു സ്കൂളായതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും സിനിമാ പ്രദർശനം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവരുടെ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾക്കുള്ളൊരു വേദി ഇവിടെ മനോഹരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് പുറത്തുനിന്ന് മൈക്ക് സെറ്റ് അങ്ങനെയുള്ള വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്നില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ വയർലെസ് സിസ്റ്റത്തോടുകൂടിയ മൈക്ക് ഏരിയ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ബാക്കി സീറ്റിന്റെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് തിയേറ്ററിന്റെ പ്രത്യേകതകൾ. പിന്നെ എടുത്ത് പറയത്തക്ക കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 260 ഇഞ്ച് 300 ഇഞ്ചിനടുത്തുള്ള വളരെ വലിയ മൾട്ടിപ്ലക്സിലെ സ്ക്രീനുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ വലിയ സ്ക്രീൻ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്രിയേറ്റേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളിതിന്റെ തുടക്ക സമയത്ത് വരുമ്പോൾ 150 ഇഞ്ച് സ്ക്രീൻ അല്ലെങ്കിൽ 200 ഇഞ്ച് സ്ക്രീൻ എന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് എത്തി നിൽക്കായിരുന്നു. അതാണ് പിന്നെ അത് ഞങ്ങളുടെ താല്പര്യാർത്ഥം നമ്മളത് 265 അല്ല, നമ്മൾ ടെൻഡറിൽ കൊട്ടേഷനിലും 200 ഇഞ്ച് സ്ക്രീൻ മതി എന്നായിരുന്നു ഒരു നിഷ്കർഷ ചെയ്യുന്നത്. പക്ഷേ നമ്മളാണ് വെച്ച് കഴിഞ്ഞപ്പോൾ 200 പോരാ, കുറച്ചുകൂടെ വലുതായിക്കിട്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ 265 ഇഞ്ച് സ്ക്രീനിലേക്ക് നമ്മൾ മാറിയത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സ്കൂളിൽ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്.
അപ്പൊ അത് LXDയുടെ ഒരു ഇന്നത്തെ ഒരു നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ ഒരു അഭിമാനമായിട്ട് തന്നെ നമ്മൾ കരുതുന്നു. നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന പല ഹോം തിയേറ്റർ വർക്കുകൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിന് വെളിയിലും 1-2 തിയേറ്ററുകളിലെ വർക്കുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതെവിടെയാണെന്നുള്ളത് വരും വീഡിയോകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായിരിക്കും അതിൻ്റെ. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത ഒരു പുതിയ വേറൊരു സ്കൂളിന്റെ നാളെ നിരവധി ആ ഒരു സ്കൂൾ മാത്രം മറ്റ് പല സ്കൂളിലെ പ്രോജക്റ്റുകൾ ഇതുപോലെ നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്, ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഡീറ്റെയിൽ കാണാം. ആ വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ കാണാം. അതുവരെയും ഗുഡ് ബൈ.